നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സ്പൈൻ സർജനാണ്. ഒരു നടുവേദന വന്നു കഴിഞ്ഞ ഒരു രോഗിക്ക് ഇപ്പം ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ സ്റ്റെനോസിസ് കൊണ്ട് ഒരു നോൺ സർജിക്കൽ ചികിത്സ ഫെയിലായി കഴിഞ്ഞാൽ നമ്മളൊരു സർജറി അഡ്വൈസ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത, ഇത് ആവശ്യമുണ്ടോ, ഇത് ഒഴിവാക്കാൻ പറ്റുമോ, 2 ഇത് ചെയ്താൽ ഫലമുണ്ടാകുമോ, നമ്പർ 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൾ കിടപ്പാകുമോ, ഞാനിപ്പോൾ ഉള്ളതിനെക്കാട്ടി മോശമാകുമോ. ഇതാണ് സാധാരണമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ വരിക. പിന്നാണ് അതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. മനസ്സിലാക്കുക, ഭൂരിപക്ഷം നടുവേദനയ്ക്കും ശസ്ത്രക്രിയ ആവശ്യമില്ല. ഭൂരിപക്ഷം നടുവേദനയും ഡീജനറേറ്റീവ് അല്ലെങ്കിൽ പോസ്റ്റുറൽ ബാക്ക് ഏക്ക് എക്സസൈസ് ചെയ്ത് മാറ്റാൻ പറ്റാവുന്നതാണ്. അഥവാ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഞരമ്പിൻ്റെ ഞെരുക്കം വന്നു കഴിഞ്ഞുള്ള കണ്ടീഷനാണെങ്കിൽ പോലും ഒരു 85 to 90% 6 ആഴ്ച 8 ആഴ്ച കൊണ്ട് പെയിൻ തന്നെ മാറുന്നതാണ്, ചികിത്സ ചെയ്താലും ഇല്ലെങ്കിലും. ഈ കാലയളവിൽ മാറാത്ത വേദന അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഡിസ്ക് പ്രൊലാപ്സ് വന്നു കഴിഞ്ഞിട്ട് കാലിന് ബലക്ഷയം സംഭവിക്കുക, മലമൂത്രം സംഭവിക്കുക, മലമൂത്ര തടസ്സം സംഭവിക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന് നേരത്തെ സർജറി വളരെ ഫലപ്രദമാവും. സർജറി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സാധാരണമായിട്ട് 3 കാരണങ്ങൾ കൊണ്ടാണ് നടുവിൻ്റെ ശസ്ത്രക്രിയ ഫെയിലാകുന്നത്. നമ്പർ 1 റോങ് ടൈമിംഗ്, നമ്പർ 2 റോങ് സർജറി, നമ്പർ 3 ഇൻകംപ്ലീറ്റ് സർജറി. ഇത് 3 ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോങ് ടൈമിംഗ് ആണ്. നമ്മൾ സാധാരണമായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഞെരുക്കം കൊണ്ടുള്ളൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ പലപ്പോഴും രോഗി ഭയപ്പെടും. അതിന് ലോങ് സർജിക്കൽ മെഷേഴ്സുമായിട്ട് കുറേ കാലങ്ങൾ പോകും. ഇതാണ് മുഖ്യമായിട്ടുള്ള കാരണം. ഇതിന് ശസ്ത്രക്രിയയുടെ ഏറ്റവും മാക്സിമം പെയിൻ റിലീഫ് 8 ആഴ്ച തൊട്ട് 12 ആഴ്ച വേദന മാറിയില്ലെങ്കിൽ ചെയ്യുന്നതാണ്. അത് കഴിയും തോറും ശസ്ത്രക്രിയ ചെയ്യേണ്ടതാണെങ്കിലും ആ കിട്ടുന്ന ഗുണം ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയുടെ കഴുത്ത് ഞെക്കിപ്പിടിച്ച് ആയുസ് പോയി കഴിഞ്ഞിട്ട് കൈ വിട്ടിട്ട് കാര്യമില്ല അല്ലേ, ജീവൻ തിരിച്ച് വരില്ല. അതുപോലാണ് ഈ ഞരമ്പ് ഞെരുക്കം വന്നു കഴിഞ്ഞാൽ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് എന്നുള്ളത് റൈറ്റ് സർജറി. ചിലർക്ക് നടുവേദന കാലുവേദന രണ്ടിൽ കാലുവേദന മാത്രമേ കാണുള്ളൂ. ചിലർക്ക് നടുവേദന കാലുവേദനയെക്കാട്ടി കൂടുതലായിരിക്കും. ചിലർക്ക് നടുവും കാലും ഒരുപോലെ പെരുപ്പുണ്ട്, ഒരുപോലെ വേദന കാണും. ഇതിന് 3 രീതിയാണ് ചികിത്സ ആവശ്യം. നടുവേദന മാത്രമാണെങ്കിൽ ഇതിന് 99% സർജറി വേണ്ട. കാലുവേദനയാണെങ്കിൽ സമയം കൊണ്ട് പെയിൻ മാറിയെങ്കിൽ ആ ഡിസ്ക് എടുത്ത് മാറ്റണം. അതിന് ഡിസ്കെക്ടമി അല്ലെങ്കിൽ ആ ഞരമ്പ് ഞെരുക്കം മാത്രം മാറ്റേണ്ട ആവശ്യം. 3 ബാക്ക് പെയിൻ ആണ് ലെഗ് പെയിനിനെക്കാട്ടി കൂടുതൽ എന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്യൂഷൻ സർജറി, ഇതാണ് ആവശ്യം വരിക. ഇത് ചെയ്യുന്നതിലുള്ള ഒരു ഡിസിഷൻ വ്യത്യാസം കൊണ്ടാണ് പലർക്കും ലോങ് ടേം ഗുഡ് റിസൾട്ട്സ് വരാതിരിക്കുക. 3 ഇൻകംപ്ലീറ്റ് സർജറി. ശ്രദ്ധിക്കുക, ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഭൂരിപക്ഷം ഒരു 99% ഓഫ് ഡിസ്ക് പ്രൊലാപ്സിൻ്റെ ചികിത്സ നമുക്ക് കീഹോൾ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക്കലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം എന്നുള്ളത്, ഒരു വളരെ ചെറിയ ഒരു മില്ലിമീറ്ററായിട്ടുള്ളൊരു ഡിസ്ക് ചാടിയാണ് ഈ ഞരമ്പ് ഞെരുങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആ ഡിസ്ക് തന്നെ അലിഞ്ഞ് മാറാത്തതാണ് ശസ്ത്രക്രിയ എടുത്ത് മാറ്റുന്നത്. അത് ചെയ്യുമ്പം നമ്മൾ ഉണ്ടാക്കുന്ന മുറിവ് വലുതാണെങ്കിൽ ആ മുറിവ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഈ അസുഖത്തെക്കാട്ടി കൂടുതലാവും. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ രീതിയിൽ നമ്മൾ ദ്വാരമുണ്ടാക്കി കംപ്ലീറ്റായിട്ട് ആ ചാടിയ ഡിസ്ക് ഫ്രാഗ്മെൻ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞെരുക്കം മാറ്റിക്കഴിഞ്ഞാൽ ഇതിന് ഓൾമോസ്റ്റ് 95% പെയിൻ റിലീഫ് ഉണ്ടാകും. അതാണ് ഈ അഡ്വാൻസ് ടെക്നിക്സ് അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് സർജറി അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സർജറിക്കുള്ള പ്രത്യേകത. ശസ്ത്രക്രിയയുടെ ഉദ്ദേശം സെയിമാണ്, ഞെരുക്കം മാറ്റുക. അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജാണ് ഇങ്ങനെയുള്ള ശസ്ത്രക്രിയയിൽ കുറയുന്നത്. 2 ഫ്യൂഷൻ സർജറി. ഇന്ന് ഒരു ഭൂരിപക്ഷം ഫ്യൂഷൻ സർജറി നമുക്ക് എൻഡോസ്കോപ്പിക്കില്ലെങ്കിൽ മിനിമലി ഇൻവേസീവായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്നുള്ളത് രോഗിക്ക് സർജറി കഴിഞ്ഞുള്ള വേദന അല്ലെങ്കിൽ തിരിച്ച് റീക്യൂപ്പറേറ്റ് ചെയ്യാനുള്ള സമയം ഗണ്യമായിട്ട് കുറയും. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തിരിച്ച് നമുക്ക് പൂർവാധികം പെയിൻ കുറഞ്ഞ് ആക്റ്റീവ് ആകാൻ സാധിക്കുന്നതാണ്. ഈ അഡ്വാൻസസ് റൈറ്റ് സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സക്സസ് റേറ്റ് നിയർലി 95 to 100% ആകാം. ഇത് മനസ്സിലാക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.